നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. വലൻസിയയാണ് റയലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. ആദ്യം റയൽ മാഡ്രിഡ് 2 ഗോളുകൾ വഴങ്ങുകയായിരുന്നു. പിന്നീട് വിനീഷ്യസ് ജൂനിയർ നേടിയ 2 ഗോളുകളാണ് റയലിന് ഈ ഒരു മത്സരത്തിൽ സമനില നേടിക്കൊടുത്തിട്ടുള്ളത്. പക്ഷേ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു ഹെഡർ ഗോൾ നേടിയിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുന്നേ റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കുകയായിരുന്നു. ഇത് പിന്നീട് വലിയ വിവാദമായി, വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. തുടർന്ന് റഫറിയെ ജൂഡ് ബെല്ലിംഗ്ഹാം തെറി വിളിച്ചു എന്നാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കാണേണ്ടി വന്നിരുന്നു. അതിൽ കൂടുതൽ ശിക്ഷകൾ ഇപ്പോൾ ബെല്ലിംഗ്ഹാമിന് ലഭിച്ചു കഴിഞ്ഞു. അതായത് 2 മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് വിലക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത 2 ലാലിഗ മത്സരങ്ങളിൽ ബെല്ലിംഗ്ഹാം പുറത്തിരിക്കേണ്ടി വരും. അത് റയലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. പക്ഷെ അവർ അപ്പീൽ പോവാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പീൽ മുഖേന ഇളവ് ലഭിച്ചാൽ അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരിക്കും. മികച്ച പ്രകടനം ഇപ്പോഴും നടത്താൻ ബെല്ലിംഗ്ഹാമിന് കഴിയുന്നു. ഈ സീസണിൽ 20 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 9 അസിസ്റ്റുകൾ ആകെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ജൂഡ് ബെല്ലിംഗ്ഹാം തന്നെയായിരുന്നു. ഏതായാലും ലീഗിലെ 2 മത്സരങ്ങളാണ് ഇനി അദ്ദേഹത്തിന് നഷ്ടമാവുക. അടുത്ത മത്സരം മാർച്ച് 10-ാം തീയതി റയൽ മാഡ്രിഡ് സെൽറ്റ വിഗോക്കെതിരെയാണ് കളിക്കുക. മാർച്ച് 16-ാം തീയതി ഒസാസുനക്കെതിരെ കളിക്കുന്നുണ്ട്. ഈ 2 മത്സരങ്ങളിലും ബെല്ലിംഗ്ഹാം ഉണ്ടാകില്ല. ഏപ്രിൽ 1-ാം തീയതി അത്ലറ്റിക് ക്ലബിനെതിരെ നടക്കുന്ന മത്സരത്തിലായിരിക്കും ഇനി ബെല്ലിംഗ്ഹാം ലാലിഗയിൽ തിരിച്ചെത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.